ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ്. ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്ക എടുക്കാം, അല്ലെങ്കിൽ പച്ച നെല്ലിക്ക എടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ള ചട്ടി റെഡിയാക്കാം. ഇതുപോലുള്ളൊരു തവ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് നല്ല എണ്ണയാണ്. നല്ല എണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത്. ഈ ഒരു എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ്. ഉലുവ ഇതുപോലെ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു നല്ലെണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് കാന്താരി മുളകെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഒരു നിറം വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഞാനൊരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടെ, കാശ്മീരി ചില്ലി ഇല്ലേ, അതൊരു കളറിന് വേണ്ടിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് കായപ്പൊടിയാണ്. കായപ്പൊടി കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉലുവയുടെ പൊടിയില്ലേ, ഉലുവ പൗഡർ, അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്. ഇത് അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ആ ഒരു മസാലപ്പൊടി ഒന്ന് ചൂടാവട്ടെ. അധികം ചൂടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി അല്ലെങ്കിൽ സുർക്കയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഉപ്പിലിട്ട നെല്ലിക്ക ആയത് കാരണം അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒഴിക്കുന്നത് വിനേഗറാണ്. വിനേഗർ ഒരു 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ടാണ് നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്ക അതുപോലെ ഒരു 4-5 കഷ്ണം, ഓരോ നെല്ലിക്ക ഒരു 4-5 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ്. നിങ്ങൾക്ക് പച്ച നെല്ലിക്ക എടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ്സ് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഈ നെല്ലിക്ക ഒന്ന് ഈ ഒരു മസാലയിലും ആ ഒരു അച്ചാർ പൊടിയിലും സുർക്കയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിലാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാലം ഇത് കേടുവരാതെ സൂക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം തൊട്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നെല്ലിക്ക അറിയാമല്ലോ, നെല്ലിക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതുപോലെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.